ഇല്ലത്തുനിന്ന് വരുമ്പോ ഈ ഏതിയനെ വരല്? കാവിന്റെ ഏതിയനെ? ഇരുട്ടായി എൻ്റെ കുട്ടി അധിയെ വരരുത് കേട്ടോ. പ്രേതങ്ങളുടെ ശല്യം ഉണ്ടെന്നാ കാർന്നോമാര് പറയണത്. ഈ കാലത്ത് ആളുകൾ ഇത് വിശ്വസിക്കോ മുത്തശ്ശിയെ? വിശ്വസിക്കാതിരിക്കേ എൻ്റെ ഇഷ്ടം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം. അമ്മേ, അവളെ വെറുതെ ഓരോന്ന് പറഞ്ഞു പേടിപ്പിക്കണ്ട. കഞ്ഞൂടി മുട്ടും. ഇപ്പൊ ഇല്ലത്ത് പണി എടുത്ത് കൊണ്ടുവന്നോട്ട് അപ്പൊ കഴിഞ്ഞു കൂടണേ. മോളെ ദേവ ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ആൽത്തറയിൽ വാഴും ഭഗവതി അമ്മേ ഭഗവതി ദേവി എന്റെ ഭജൻസ് കേൾക്കണോ? ഇങ്ങോട്ട് കയറിക്കോളൂ. നന്ദഗോവിന്ദ ഭജൻസ് നമ്മുടെ ശിഷ്യന്മാരാ. എനിക്കിപ്പോ ഭജന പഠിക്കണ്ട. ഭജൻസ് പഠിക്കണമെങ്കിൽ പഠിക്കണ്ട, വേളിയാവാലോ. കുട്ടികളോടാണോ ഈ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയണത്? വേണ്ട, കുഴപ്പമില്ല അമ്മ ചീത്ത അറിയുന്നു. ഗൗരി, കളിക്കാൻ നിൽക്കാണ്ട വന്ന് പഠിച്ചേ. ദാ പോണോ? നീ ഇങ്ങനെ സ്കൂളിൽ വിട്ട് ഇങ്ങോട്ട് വന്നാ എപ്പോഴാ നീ പഠിക്കുക? ഇത് കുറച്ച് പായസം. നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. ഇനി എപ്പോഴാ ബാലപീഡനം നടത്തിയെന്ന് കണ്ട് പോലീസ് ഇങ്ങോട്ട് കയറി വരികയാവോ. എന്നാ മോളെ ഇരുട്ടായ കാവിന്റെ അധിയെ പോകരുത്, പ്രേതണ്ടാവും. എന്നൊന്നും ചെയ്യരുത്, എനിക്ക് പേടിയാ. മോള് പേടിക്കണ്ട കേട്ടോ. അപ്പൂപ്പനെ ഒന്നും ചെയ്യില്ല. മോളെ പോലെ എനിക്കുണ്ട് 2 പേരക്കുട്ടികൾ. വാ മോളെ വീട്ടിൽ കൊണ്ടാക്കാം. നിങ്ങൾ ആരാ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അയ്യോ, എന്റെ അമ്മ. നീ അവളെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുക. ഇറക്കി വിടവളെ, മര്യാദയ്ക്ക് ഇറക്കി വിടവളെ. നീ ഞാൻ സത്യം പറയണത്, അവളെ എത്തിയിട്ടില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല. നോണ പറയാ, നീ നോണ പറയാ.
ഞാൻ പോട്ടെ. ഞാൻ ചെല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മേനെ കൊല്ലും. മോളെ ഞാനും കൂടെ വരാം. വേണ്ട, എന്നെ ഇങ്ങോട്ട് എത്തിച്ചു തന്നതിന് നന്ദി. നമ്മളിനി കാണുമെന്നറിയില്ല. ദൈവമേ മോൾക്ക് നല്ലത് വരുത്തണേ. അമ്മ, നിന്റെ കൈക്ക് എന്താ പറ്റിയ? മുറിവായതാ. എന്താ വീണത്? എവിടേക്കടി നീ രണ്ടി പോയത്? നേരം കാണുന്ന തണ്ണി നടക്കാൻ എടുക്കട്ടെ പൈസ. പൈസ കൊണ്ടാ അതമ്മയ്ക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസയാണ്. ചാവാൻ കിടക്കുന്ന ആൾക്ക് എന്തിനാണ് ഈ പൈസ? എന്തിനാണ് മരുന്ന്? കാശെടുക്ക്. അമ്മ, ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. നീ വാ, നമുക്ക് പോലീസ് പരാതി കൊടുക്കാം. വേണ്ട, എനിക്ക് പേടിയാ. അവരച്ഛനെ ഉപദ്രവിക്കും. നീ ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ. ഇതൊക്കെ തുടക്കത്തിലേ നുള്ളി കളയേണ്ടതാ. നീ വാ. എന്തിനാ മോളെ വിളിച്ച്? ഇതെന്റെ കൂട്ടുകാരി അമ്മു. ഇവളുടെ അച്ഛൻ മദ്യപിച്ച് ഇവളെയും ഇവളുടെ അമ്മയെയും ഉപദ്രവിക്കുക. ഇത് കണ്ടോ അങ്കളെ, കത്തിയും കൊണ്ട് വെട്ടിയതാ. ഇത് ഇന്നലെയാണോ സംഭവിച്ചത്? ആരോ ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. മോള് ധൈര്യമായിട്ട് പോയിക്കോ. മോളെയും അമ്മേനും ഇനി അച്ഛൻ ഉപദ്രവിക്കില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്കിൾ അവിടെ എത്തും. അങ്കളെ, എൻ്റെ അച്ഛനെ ഉപദ്രവിക്കരുത്. അച്ഛൻ ലഹരി ഉപയോഗിക്കാതിരുന്നാൽ മതി. കൊണ്ടടി പൈസ. കൊണ്ടാന്ന് ഇവിടെ കൊണ്ട പൈസ. ഞാൻ എന്ത് പറഞ്ഞാലും പൈസ തരില്ല. കൊണ്ടാന്ന് പൈസ. അമ്മ, അമ്മേ, അച്ഛൻ വേണ്ട. അടങ്ങിക്കടാ. സാറേ എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ സാറേ. അങ്കളെ, വേണ്ട. ഇനിയെങ്കിലും നന്നായാലോ? കേട്ടോടാ, ഇനി എന്തെങ്കിലും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ